നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിനെ ചുട്ടരിക്കാൻ ഹമാസ് നടത്തിവന്ന ഓപ്പറേഷൻ അമേരിക്ക കഴിഞ്ഞയാഴ്ച കണ്ടെത്തി. ഇസ്രായേലിനെ ഒരാഴ്ചയ്ക്കുള്ളിൽ ആക്രമിക്കാൻ ഇസ്രായേലി അതിർത്തിയിൽ ഹമാസ് ബോംബുകൾ കുഴിച്ചിടുന്നതായും മിസൈലുകൾ തൊടുക്കാൻ നീക്കം നടത്തുന്നതായും അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങൾ കഴിഞ്ഞയാഴ്ച കണ്ടെത്തിയിരുന്നു. ഇസ്രായേൽ നഗരങ്ങളായ ടെൽ അവീവും ജെറുസലേമും ബോംബുകളിൽ തകർക്കാനുള്ള ഹമാസിംഗ് നീക്കം നീക്കം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഹമാസ് നീക്കം അമേരിക്ക ഇസ്രായേലിനെ അറിയിച്ചതാണ് കഴിഞ്ഞ ദിവസത്തെ കൂട്ടക്കൊലകൾക്ക് കാരണമായത്. ചൊവ്വാഴ്ച രാത്രി മാത്രം 500 ഫലസ്തീനികളെ കൊന്നൊടുക്കിയതിന് പിന്നാലെ ഇസ്രായേൽ കരയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. അതേസമയം ഹമാസ് തട്ടിയെടുത്ത മുഴുവൻ ബന്ദികളെയും ഒരാഴ്ചയ്ക്കുള്ളിൽ വധിക്കുമെന്ന് ഹമാസ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു ബന്ദിയെങ്കിലും ഇനി വധിച്ചാൽ ഗാസ നഗരവും ഫലസ്തീന്റെ മറ്റ് പ്രധാന പട്ടണങ്ങളും ഭൂമിക്കടിയിലും അവശേഷിക്കില്ല എന്നും ഗാസ ഒരു ചാര കൂമ്പാരമായി മാറുമെന്നും ഇസ്രായേൽ ഭീഷണി മുഴക്കുകയും ചെയ്തു. ഇസ്രായേലിനെ ചാരമാക്കാൻ ഹമാസ് നടത്തുന്ന നീക്കങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ നൽകിയതിനും യുദ്ധത്തിൽ സഹായിച്ചതിനും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നന്ദി രേഖപ്പെടുത്തി. കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ 500 പേരുടെ കൂട്ടക്കുരുതി നടത്തിയിരുന്നതിന് പിന്നാലെ ഗസയിൽ കരയുദ്ധം തുടങ്ങുമെന്ന് സൂചന നൽകി ഇസ്രായേൽ പ്രഖ്യാപിച്ചതോടുകൂടി വരും ദിവസങ്ങളിൽ ഫലസ്തീനിൽ കൂട്ടക്കൊലയുണ്ടാകുമെന്ന് തീർച്ചയാണ്. കിഴക്കൻ ഗസയിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ നിർദ്ദേശിച്ചിരുന്നു. വെടിനിർത്തൽ ചർച്ച പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദി ഹമാസ് എന്ന അമേരിക്കയും കുറ്റപ്പെടുത്തി. യമനിലെ ഹൂതികൾ അയച്ച മിസൈൽ ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധിച്ചതായി ഇസ്രായേൽ വ്യോമസേന അറിയിച്ചു. കഴിഞ്ഞ ദിവസത്തെ ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി സ്ത്രീകളും കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. 660-ലേറെ പേർക്കാണ് ചൊവ്വാഴ്ചത്തെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യോമാക്രമണം തുടരുന്നതിനൊപ്പം തന്നെ കരയാക്രമണത്തിനുള്ള ഒരുക്കങ്ങളും ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട്. അടിയന്തരമായി ബന്ദികളെ കൈമാറാൻ തയ്യാറാണെങ്കിലും മാരകമായ ആക്രമണമായിരിക്കും ഇനി നടക്കുക എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിന് താക്കീത് നൽകി. ഹമാസ് ബന്ദികളാക്കിയവരിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് കരുതപ്പെടുന്ന ഏകദേശം 2 ഡസൻ പേരുടെ ഗതിയെക്കുറിച്ച് വലിയ ആശങ്ക ഉണരുകയുമാണ്. ഹമാസിനെ അമർച്ച ചെയ്യുക, ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് നെതന്യാഹു പ്രസ്താവിച്ചു. ഇസ്രായേലിനെയും അമേരിക്കയും ഭീതിയിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഹമാസും ഹൂതികളും അടക്കം വില നൽകേണ്ടി വരുമെന്ന് വൈറ്റ് ഹൌസ് വക്താവ് പ്രതികരിച്ചു. അതേസമയം ഗാസയിലെ കൂട്ടക്കുരുതിക്ക് അമേരിക്കയാണ് പ്രധാന ഉത്തരവാദിയെന്നും ലോകരാജ്യങ്ങൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. ചൊവ്വാഴ്ച നടത്തിയ ആക്രമണം ഒരു തുടക്കം മാത്രമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമാസിനെ നശിപ്പിക്കുകയും അവർ തടവിലാക്കിയ എല്ലാ ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ യുദ്ധലക്ഷ്യങ്ങളും കൈവരിക്കുന്നതുവരെ ഇസ്രായേൽ മുന്നോട്ടു പോകുമെന്ന് നെതന്യാഹു പറഞ്ഞു. രാജ്യത്തെ അഭിസംബോധന ചെയ്ത വേളയിൽ ഈ യുദ്ധത്തിന് ഹമാസാണ് ഉത്തരവാദിയെന്നും അവർ നമ്മുടെ പട്ടണങ്ങൾ ആക്രമിച്ചുവെന്നും നമ്മുടെ ആളുകളെ കൊലപ്പെടുത്തിയെന്നും നമ്മുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുവെന്നും നെതന്യാഹു ആവർത്തിച്ചു. നമ്മുടെ ബന്ദികളെ മോചിപ്പിക്കാനുള്ള വാഗ്ദാനം ഒന്നിനു പിറകെ ഒന്നായി ഹമാസ് ലംഘിച്ചതായും നെതന്യാഹു പറയുന്നു. വെടിനിർത്തൽ നീണ്ടു നിൽക്കുന്നതിനും മുൻകരുതലായി ബാക്കിയുള്ള ബന്ദികളിൽ പകുതി പേരെ മോചിപ്പിക്കണമെന്ന ഇസ്രായേലിന്റെ ആവശ്യം ഹമാസ് നിരസിക്കുന്നതോടൊപ്പം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണത്തിന് ഉത്തരവിടുകയും ചെയ്തു. മാത്രമല്ല, ഇസ്രായേലിനെ ആക്രമിക്കാൻ സിറിയയുടെയും ഇറാന്റെയും സഹായത്തോടെ ഹമാസ് വെടിക്കോപ്പുകൾ സംരംഭിക്കുന്നതായി ഇസ്രായേൽ മനസ്സിലാക്കുകയും ചെയ്തു. 17 മാസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും മാരകമായ ബോംബാക്രമണമായിരുന്നു ചൊവ്വാഴ്ചത്തേത്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തങ്ങളുടെ 6 മുതിർന്ന ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു. ഹമാസിന്റെ സിവിലിയൻ ഗവൺമെന്റ് തലവൻ, ഒരു നീതിന്യായ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ, 2 സുരക്ഷാ ഏജൻസി മേധാവികൾ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് ഇസ്രായേൽ പ്രതികരിച്ചു. യുദ്ധത്തിലേക്ക് മടങ്ങാനുള്ള നെതന്യാഹുവിന്റെ തീരുമാനം ബാക്കിയുള്ള ബന്ദികൾക്ക് വധശിക്ഷയാണ് എന്ന് ഒരു മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിരുന്നു.